രാജ്യസഭയുടെ അധികാരങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തത്, ഭരണഘടന ഭേദഗതി പാസ്സാക്കാൻ രാജ്യസഭയുടെയും ലോക്സഭയുടെയും അധികാരം വേണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഭരണഘടനാ ഭേദഗതികൾ നടപ്പിലാക്കണമെങ്കിൽ അത് ഈ പറയുന്ന രാജ്യസഭയുടെ അധികാരം വേണം, ലോക്സഭയുടെ അധികാരം വേണം. അപ്പോൾ രാജ്യസഭയുടെ അധികാരത്തിൽ പെടുന്നത് ഏതാണ്? ഭരണഘടന ഭേദഗതികൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭരണഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതി പാസ്സാകണമെങ്കിൽ ആ പാസ്സാക്കൽ രാജ്യസഭയും അറിഞ്ഞിരിക്കണം, ലോക്സഭയും അറിഞ്ഞിരിക്കണം. അത് ഒന്നാമത്തെ അധികാരത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു അധികാരമാണ് ധന ഇതര ബില്ല്. അതായത് ധനബില്ല് അല്ലാതെ ബാക്കിയുള്ള ബില്ലുകൾ, അതായത് വിനിയോഗ ബില്ല്, അതായത് മണി ബില്ല് അല്ലാതെ ബാക്കിയുള്ള ബില്ലിന്മേൽ പാസ്സാക്കൽ, ആ ബില്ല് പാസ്സാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യേണ്ടത് രാജ്യസഭയുടെ അധികാരത്തിൽ കൂടി വരുന്നതാണ്. എന്നാൽ ധനബില്ലുകളുടെ കാര്യത്തിൽ, അതായത് ധനവിനിയോഗ ബില്ല് എന്നറിയപ്പെടും, മണി ബില്ല് എന്നറിയപ്പെടുമല്ലോ. അപ്പോൾ മണി ബില്ലിന്മേൽ കാര്യങ്ങൾ ചെയ്യുന്നത് രാജ്യസഭയല്ല. അത് രാജ്യസഭയ്ക്ക് ഒരു അധികാരവുമില്ല. അത് ചെയ്യുന്നത് ലോക്സഭ മാത്രമാണ്. എന്താണ്? ധനവിനിയോഗ ബില്ല് അല്ലെങ്കിൽ മണി ബില്ല് എന്ന് പറയുന്നത് രാജ്യസഭയുടെ കേസിൽ വരുന്നതേ അല്ല, രാജ്യസഭയുടെ പരിധിയിൽ വരുന്നതല്ല. അത് ലോക്സഭയിൽ മാത്രം വരുന്നതാണ്. അപ്പോൾ ധന ഇതര ബില്ലുകൾ കൈകാര്യം ചെയ്യുന്നത് ആരുകൂടിയാണ്? ഈ പറയുന്ന രാജ്യസഭ കൂടിയാണ്. അപ്പോൾ ധന ഇതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഭേദഗതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ ആണോ? പക്ഷേ ഈ ധനബില്ലിന്മേൽ ഒരു അധികാരവും ആർക്കില്ല? രാജ്യസഭയ്ക്കില്ല. പക്ഷെ ധനബില്ലിന്മേൽ എന്തെങ്കിലും ഭേദഗതികൾ നിർദ്ദേശിക്കാം. പക്ഷെ ധനബില്ല് പാസ്സാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അധികാരവും ആർക്കില്ല? ഈ പറയുന്ന രാജ്യസഭയ്ക്കില്ല. അപ്പോൾ ഇവിടെ തെറ്റിപ്പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബില്ലുകൾ പാസ്സാക്കുക എന്നുള്ളത് രാജ്യസഭയുടെ ജോലിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷെ അവിടെ എന്ത് ബില്ലില്ല? ധന ഇതര ബില്ലുകളാണ് പാസ്സാക്കുന്നത്. ധനബില്ല് പാസ്സാക്കാനായിട്ട് ആർക്ക് പറ്റത്തില്ല? രാജ്യസഭയ്ക്ക് പറ്റത്തില്ല. അത് ലോകസഭയുടെ കേസിൽ വരുന്നതാണ് ധനബില്ലുകൾ. അപ്പോൾ ആ വ്യത്യാസം ഓർത്തു വെച്ചേക്കുക.